പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഒരു ദിവസം കൂടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. വീണ്ടും മഴക്കാലം വന്നിരിക്കുന്നു. വീണ്ടും മഴ കൂടാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. എന്താണെന്ന് അറിയില്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്ന ഈ കൊടിയ തിന്മ, ഇത് കാശിൻ്റെ കളിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പരിശുദ്ധ കുർബാനയുടെ ഒരു സബ്ജക്റ്റ് അല്ലിത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മുതൽ കൊള്ളയടിക്കുവാനും അത് ഇപ്പോൾ കട്ടിരിക്കുന്നവരെ അതിൻ്റെ കണക്ക് കാണിക്കാതിരിക്കാനും അതുപോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെയൊക്കെ അവർ സഹായിച്ചും സപ്പോർട്ട് ചെയ്തും കാശ് കൊടുത്ത്, അല്ല വേറെ വെറുതെ ഒന്നുമല്ല. അതിനകത്ത് അധികാരികൾ പോലും ഉണ്ട്. പല അധികാരികളും അതിനകത്ത് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. കാശ് കൊടുത്താലേ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ. അധർമ്മം ചെയ്യണമെങ്കിൽ നീതിയോടെ പറ്റിയാലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ കാശിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത, ഒരു കാര്യം സത്യമായും ദൈവവചനം പറയുന്നു: അർഹതപ്പെടാത്ത മുതൽ നിൻ്റെ കയ്യിൽ വന്നാൽ, കൈക്കൂലിയായി വാങ്ങിച്ചാൽ, അത് ഏത് ജോലിക്കാരനായാലും ഏത് അധികാരിയായാലും ഏത് ചെറിയവനായാലും കൈക്കൂലി പോലെ കാശ് സമ്പാദിച്ചാൽ ഉറപ്പ് നീ രക്ഷപ്പെടില്ല എന്ന് മാത്രമല്ല, നിൻ്റെ തലമുറ ശപിക്കപ്പെടും. ഒരു സംശയം വേണ്ട, ശപിക്കപ്പെടും. ഈ മുതൽ നിൻ്റെ കൺമുൻപിൽ നിന്ന് തന്നെ. ഒരു കള്ളുകുടിയുടെ ഒരവസ്ഥ പറയാം. കള്ളുകുടിയും എന്നും കള്ളുകുടിയാണ്. കുടിച്ച് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം കള്ളും കുടിച്ച് പൂക്കുറ്റിയായിട്ട് ശമ്പളം കിട്ടിയ ദിവസം വരികയാണ്. അന്ന് കൈലിയാണ് അദ്ദേഹം കൊടുക്കുന്നത്. വൈകുന്നേരം ചാരായ ഷപ്പിൽ പോയി കുടിച്ചിട്ട് വന്ന് ഈ മടിക്കുത്തിലാണ് ഈ കാശെല്ലാം വെച്ചിരുന്നത്. കിട്ടിയ ശമ്പളം മുഴുവനുണ്ട്. കുടിച്ചിട്ട് വന്നിട്ട് താമസിക്കുന്ന മുറിയിലേക്ക് കയറുന്നതിൻ്റെ മുകളിലൂടെ മുൻവശത്തോട് ഒരു നല്ല കാന ഒഴുകി പോകുന്നുണ്ട്. നല്ല മഴ കഴിഞ്ഞ സമയം. ഈ കാനയ്ക്ക് മുകളിലൂടെ നടന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇദ്ദേഹം കാല് തെറ്റി ആ കാനയിലേക്ക് വീണു. കാനയിൽ വീണില്ല, പകുതി പുറത്തും പകുതി അകത്തുമായിട്ടാണ് കിടക്കുന്നത്. കാനയിലൂടെ ശരിക്ക് വെള്ളം ഒഴുകി പോവുകയാണ്. നല്ല മഴ പെയ്തു, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പം കമന്ന് ചെരിഞ്ഞ് കാനക്കകത്തിൽ കിടക്കുന്ന ഈ മനുഷ്യനെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പം പോക്കറ്റിൽ കിടന്ന കാശിങ്ങനെ അന്ന് 100 രൂപ നോട്ടുകളാണ്. അതിന് ഓരോ 100 രൂപ നോട്ട് ഓരോ അനക്കത്തിനും വെള്ളത്തിലേക്ക് വീഴുക. അപ്പം ഇത് എടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഇത് കണ്ടുകൊണ്ട് വിഷമിക്കുന്നൊരു മനുഷ്യൻ, തൻ്റെ പോക്കറ്റിലെ കാശ് തൻ്റെ വെളിവുകേട് മൂലം കാനയിലൂടെ 100 രൂപ നോട്ടുകൾ, അങ്ങനെ അന്നാണ്ട് 1000, 1500 രൂപ ശമ്പളമുള്ള മനുഷ്യന് ആ കാശ് കുടിച്ചതിൻ്റെ ബാക്കി മുഴുവൻ കാശും നോട്ടായിട്ടുണ്ടായിരുന്നത് മുഴുവൻ ഓർന്ന് ആ കാനയിൽ പോയി. ഇതുപോലെ ആയിരിക്കും സഹോദരങ്ങളെ കൈക്കൂലി വാങ്ങിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അനർത്ഥത്തിൻ്റെ പണം അതിൽ താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെ അത് വിരിഞ്ഞു വരുമ്പോൾ പറന്നു പോകുമെന്ന് പറഞ്ഞ കണക്ക്. മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരിക്കലും ഒരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എൻ്റെ കൂടെ സഹയാത്രികനായി വൈറ്റിലയിൽ നിന്ന് കയറി. അദ്ദേഹത്തിന് കുറച്ച് തെക്കോട്ട് പോയി ഇറങ്ങേണ്ട ഒരാളാണ്. ആലപ്പുഴ കഴിഞ്ഞിറങ്ങേണ്ട ആൾ. അദ്ദേഹം ഇങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് പേരെന്താണ് സാർ, എന്ത് ചെയ്യുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന ആളാണ്, ശരിക്ക് കൈക്കൂലി കിട്ടാൻ നല്ല സാധ്യതയുള്ളൂ. അതായത് സാറിനെന്താ വല്ലാത്ത സങ്കടം, മുഖമെല്ലാം വല്ലാതിരിക്കുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ സങ്കടം എന്നോട് പറഞ്ഞ സങ്കടം ഇതാണ്: തനിക്ക് ഗവൺമെൻറ് ജോലിയാണ്, അപ്പം RTO പോലൊരു ജോലിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 2 മക്കളാണ്. പെണ്ണിനെ കെട്ടിച്ചു വിട്ടു. ആണ് വീട്ടിലുണ്ട്. കല്യാണം കഴിച്ച് 2-3 മക്കളുണ്ട്. മക്കൾക്കെല്ലാം ഇഷ്ടം പോലെ മുതൽ കൊടുത്താണ് കെട്ടിച്ചത്. ഈ കെട്ടിയ മകന് നല്ലൊരു വീട് വെച്ച് എല്ലാം കൊടുത്തു. ഇനിയും അവസാനമായിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, കുടുംബം മാത്രം. ഈ അപ്പനും അമ്മയും താമസിക്കുന്ന കുടുംബം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ മകൻ വന്നിട്ട് പറയുകയാണ്, അതുകൂടെ എൻ്റെ പേരിൽ ഉടനെ എഴുതി തരണം. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ എഴുതി തരത്തില്ല. ബഹളമായി, ആകപ്പാടെ ബഹളമാണ്. ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരമധ്യേ ചോദിച്ചു, കൈക്കൂലി വാങ്ങിക്കാറുണ്ടായിരുന്നോ? അദ്ദേഹം എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഇരുന്നാൽ കൈക്കൂലി കിട്ടും, വാങ്ങിച്ചില്ല കുഴപ്പമാണ്, അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
ആ കാശ് കൊണ്ടൊക്കെയാണ് എല്ലാം ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞു ഇത് തന്നെ കാര്യം. അനർത്ഥത്തിൻ്റെ പണം നിൻ്റെ കുടുംബം കുളമാക്കും. എറണാകുളം ബസിലിക്കായെ സപ്പോർട്ട് ചെയ്യാൻ, ഇപ്പോൾ തിന്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കാശ് വാങ്ങിച്ച് നിൽക്കുന്ന ഓരോ മക്കളുടെയും അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. എത്ര വലിയ അധികാരിയാണേലും ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ദൈവകോപം സാവകാശമേ വരികയുള്ളൂ. വന്നാൽ അത് നിന്നെ ആകപ്പാടെ തകർക്കും. ദൈവം കരുണയുള്ളവനാ, പക്ഷെ നിന്റെ തിന്മയ്ക്ക് നീ പരിഹാരം ചെയ്തില്ലേ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം കൊള്ള ചെയ്യരുത്. ചെയ്തവരോട് ഞാൻ പറയാ, ഇനിയെങ്കിലും അങ്ങനെ ചെയ്യരുത്. അധർമ്മത്തിനോട് ചേർന്ന് നിന്ന് തിന്മയെ പ്രവർത്തിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊരു ദേവാലയത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിക്കുക. ഇവ വിമതരായി നിൽക്കുന്ന, നേതൃത്വത്തിൽ നിൽക്കുന്ന സഹോദരങ്ങൾ, ആത്മാവായ സഹോദരങ്ങളെ, അച്ഛന്മാർക്കൊന്നും പറയാനില്ല. ഇവനൊക്കെ തിന്നാൻ കൊടുക്കാനും കിട്ടും, കിടക്കാനുള്ള സ്ഥലം കിട്ടും, ചികിത്സിക്കാനുള്ള പണം കിട്ടും. അതിന് തന്നെയല്ല, അവരുടെ തലമുറയൊന്നും നോക്കാനില്ല. തലമുറയുള്ള നിങ്ങൾ ഈ തിന്മയുടെ സമ്പത്ത് കുന്നുകൂട്ടിയാൽ നശിച്ചു പോകുകയുള്ളൂ. മക്കൾ നശിച്ചു പോകും. ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് ദൈവഭയത്തോടെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങളെ ഒന്നും ചീത്ത പറയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ കാണുന്നത് പറഞ്ഞ് ബോധം ഒരാൾക്ക് കിട്ടിയാൽ അതൊരു വലിയ നന്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കൊടിയ തിന്മയിൽ നിൽക്കുന്ന സഹോദരങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാവില്ല. ഹൃദയം കഠിനമായിരിക്കുന്നു. ഏതായാലും കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ദൈവജനം, ദൈവം എന്തായാലും ഇടപെടും, ഒരു സംശയവുമില്ല. അല്പം താമസിച്ചാലും നീ ഇത് ലഭിക്കും. അടഞ്ഞു കിടക്കുന്ന ദേവാലയം പണ്ട് ഗേറ്റെങ്കിലും തുറന്നിടുമായിരുന്നു. ഇന്ന് പോലീസിൻ്റെ സഹായത്തോടെ ഗേറ്റ് പൂട്ടി, ഫ്രണ്ട് ഗേറ്റിൽ മൊത്തം മുദ്ര വച്ചിരിക്കുന്നു. എന്തോ ഒരു കൊടിയ തിന്മയാണ്. ബലി നടക്കേണ്ട ബലിപീഠത്തെ അശുദ്ധമാക്കി ദേവാലയം പൂട്ടിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇന്നും അവിടെയുള്ള ദൈവജനം 99% കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ജനം തെരുവിൽ നിന്ന് കരയുന്നു. ഈ റോഡിൽ നിന്ന് കരയുന്ന പാപം സഹോദരിമാർ രാവും പകലും നിൽക്കുകയാണ്. അവർക്കാർക്കും മാനസികാസ്വസ്ഥത ഉണ്ടായിട്ടല്ല നിൽക്കുന്നത്. തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെടുന്ന ബലിപീഠം അടഞ്ഞു കിടക്കുന്നു. തങ്ങൾക്ക് വേണ്ടുന്ന ശുശ്രൂഷയൊന്നും ചെയ്യുന്നില്ല. പള്ളി പൊളിച്ച് മുതലുകളൊക്കെ മോഷ്ടിക്കുന്ന, തൻ്റെ കയ്യിൽ കിട്ടുന്ന സമ്പത്തെല്ലാം ദൂർത്തടിക്കുന്ന, ആർഭാടം കാണിക്കുന്ന മനുഷ്യ, നിനക്കൊരു മരണമുണ്ടെന്നുള്ള ഓർത്തെങ്കിലും മാനസാന്തരപ്പെട്. കൊടിയ തിന്മയിലേക്ക് പോകാതെ ഇനിയെങ്കിലും രക്ഷപ്പെടുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ. തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ കമൻ്റ് ഇട്ടു. ചീത്തൻ തെറിയും പറയാനാണെങ്കിൽ ഞാൻ പറയുന്നത്, ഒരാൾ തെറി പറയുമ്പോൾ അവൻ്റെ സ്വഭാവം അതാണ്, അവനിൽ അതാണ് ആത്മാവ് എന്ന തിരിച്ചറിവാണ് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളെ തന്നെ അശുദ്ധമാക്കുന്ന ഒരു വാക്ക് ചെയ്യാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ആമേൻ.